ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുസഭ പഠിപ്പിക്കുന്ന 14 കാരുണ്യ പ്രവൃത്തികളിൽ ഒന്നാണ് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുക എന്നുള്ളത്. 200-ലധികം നിരാലംബർക്ക് പാർപ്പിടം നൽകിയ ഒരു മഹത് വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. റെവറൻഡ് സിസ്റ്റർ ലിസി ചക്കാലക്കൽ. സിസ്റ്റർ, ഗുഡ്നസ് ടിവിയിലേക്ക് പ്രത്യേകം സ്വാഗതം. താങ്ക് യു. ഏകദേശം 200-ലധികം വീടുകൾ സിസ്റ്റർക്ക് ഈ ഒരു കാലയളവിൽ വെച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഹൗസ് ചലഞ്ച് എന്നൊരു പദ്ധതിയുമായിട്ട് മുന്നിട്ടിറങ്ങണം സമൂഹത്തിലേക്ക്? അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കും? അതിന് പിന്നിൽ ഒരു ഇൻസിഡന്റ് എന്താണ്? ഞാൻ എൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിച്ചത് ഒരു അധ്യാപികയായിട്ടാണ്. വിദ്യാലയത്തിൽ, ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിൽ വിദ്യാലയത്തിലാണ് ഞാൻ അധ്യാപനം ആരംഭിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു ഫസ്റ്റ് മിഷൻ. എനിക്ക് തിരുവനന്തപുരം ആർച്ച് ഡയസിസിലുള്ള ഞങ്ങളുടെ ലൂർദുപുരത്ത് സെയിൻറ്റ് ഹെലൻസ് സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ കൂടുതൽ കുട്ടികൾ വരുന്നത് തീരദേശത്ത് മത്സ്യബന്ധന മേഖലയിൽ നിന്നാണ്. അപ്പോൾ തീരദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾ, അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട്, അത് ഞങ്ങളുടെ സഭയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദർശനത്തിൻ്റെ ഭാഗമാണ് കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വിദ്യാർത്ഥിനികളുടെ വീടുകൾ സന്ദർശിക്കാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോൾ തീരദേശത്ത് ഞാൻ കണ്ടു നമ്മുടെ കുട്ടികൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ലാത്ത അവസ്ഥയിൽ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വരുന്ന അനേകം കുട്ടികളെ കണ്ടു. അപ്പോൾ വീടുകൾ വളരെ പരാധീനമായ അവസ്ഥയിൽ, ഫ്ലക്സ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ മറിച്ച് കെട്ടിയിട്ടുള്ള ഒരു ഇത്. അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. പ്രത്യേകിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം മൂലം എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരകളാകുന്നത് ഈ സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പം ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്ത്രീ ശാക്തീകരണത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഇരകളായവർ അല്ലെങ്കിൽ അടിമകളായവരുടെ ഇരകളെ രക്ഷിക്കണമെങ്കിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കാനായിട്ട് ഒരു കിടപ്പാട് ആവശ്യമാണെന്നുള്ള ഒരു മനസ്സിലായി എനിക്ക്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ആവശ്യം അതാണ്. കാരണം കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇപ്പോൾ തീരെ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. അതല്ലെങ്കിൽ ബേസിക് നീഡ്സ് എല്ലാം, വസ്ത്രം ഇല്ലാതെ ആരുമില്ല, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ നമുക്ക് ആരും കാണില്ല. പക്ഷെ ഭവനങ്ങളില്ലാതെ അല്ലെങ്കിൽ സുരക്ഷിതമായ വീടുകളില്ലാതെ അനേകം പേര് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ചൂടുകാലം വന്നപ്പോൾ പാമ്പുകടി ഏറ്റുമരിക്ക് മിക്കയിടത്ത് ഇരകളാകുന്നത് ഇത്തരത്തിൽപ്പെട്ടത്. അപ്പോൾ ഏത് ദുരിതം അല്ലെങ്കിൽ ദുരന്തം വന്നാലും ഇതിനെല്ലാം ഇരകളാകുന്നത് ഈ ഭവനരഹിതരാണ്. അപ്പോൾ ആ ഒരു മേഖലയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയും. അപ്പോൾ FMM വിദ്യാഭ്യാസ ദർശനം തന്നെ ഞങ്ങളുടെ സഭയുടെ ലക്ഷ്യം തന്നെ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. സോ ഞാൻ ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ആ ഒരു വ്യക്തി ജീവിതം മാറ്റണമെങ്കിൽ കുടുംബജീവിതത്തിൽ വ്യത്യാസം വരണം. കുടുംബജീവിതം മാറ്റിയാലേ നമുക്ക് സാമൂഹ്യ ജീവിതം മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ വ്യക്തി ശാക്തീകരണത്തിലൂടെ കുടുംബശാക്തീകരണത്തിലൂടെ സമൂഹ ശാക്തീകരണം, എങ്കിലാണ് ആ വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വിഷൻ ആക്ച്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് ഓരോ കുഞ്ഞും വരുന്ന അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വിദ്യാലയങ്ങൾ സ്മാർട്ടാകുന്നു, സ്മാർട്ട് റൂം, സ്മാർട്ട് സ്കൂള്, സ്മാർട്ട്, പക്ഷെ അവർ വരുന്നത് ഇത്രയും ശിഥിലമായ ഒരു അവസ്ഥയെന്നാണെങ്കിൽ
പ്രത്യേകിച്ച് കേരളത്തിൽ അവരൊരു അപകർഷാബോധത്തിലായിരിക്കും അവരെപ്പോഴും. അവർക്കൊരു വീടില്ല, മറ്റുള്ള വീടുകൾ. കാരണം ഓരോ കുഞ്ഞൊന്ന് കേരളത്തിൽ നിന്നല്ല എവിടെയായാലും ജനിക്കുമ്പോൾ തുടങ്ങി, പ്രത്യേകിച്ച് മലയാളീസിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു വീടാണ്. അപ്പോൾ അവർക്കൊരു നല്ല വീടില്ലാത്തപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിച്ചു കിടപ്പാടത്തിൽ നിന്ന് ആരംഭിക്കണം ഒരു വ്യക്തിയുടെ ജീവിതം. അപ്പോൾ നമ്മൾ വിശ്വാസ ജീവിതമായാലും നമ്മൾ ബൈബിൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ പല പല രീതിയിൽ നമ്മൾ നമ്മുടെ പള്ളികളിലൂടെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ബൈബിൾ വിതരണം ചെയ്യുന്നു. ആ ബൈബിള് വീട്ടിൽ കൊണ്ടുപോയി ഒരു റൂം, ഒരു പ്രാർത്ഥനാ മുറി, ശുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലാണ് വചനം വായിക്കാനും മനസ്സിലാക്കാനും ജീവിക്കാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു വീടില്ലാതെ ഒരു വീട്ടിൽ ബൈബിൾ കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ വചനം മാംസമാകുന്ന ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ അന്തരീക്ഷത്തിൽ തന്നെ മാറ്റം വരണം. അതുകൊണ്ടാണ് ആ കിടപ്പാടത്തിൽ നിന്ന് ആരംഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും 200-ലധികം വീടുകൾ പണിതു എന്ന സിസ്റ്റർ ഞങ്ങൾക്ക് അറിയാനിടയായി. അപ്പോൾ ആദ്യത്തെ വീടിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അത് ഏത് വർഷമായിരുന്നു, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് അവർക്കൊരു വീട് അത് അത്യാവശ്യമാണെന്ന് തോന്നാനൊക്കെ ഇടയാക്കിയത്? ആദ്യത്തെ വീട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ 18 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങൾ ഇതുപോലെ തന്നെ ആദ്യം ആരംഭിച്ചത് അവിടെ ലൂർദൂരത്ത് BCC, നമ്മുടെ തിരുവനന്തപുരം രൂപതയിൽ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ BCC വളരെ ആക്റ്റീവാണ്. അത് നമ്മുടെ അന്നത്തെ പിതാവ് സൂസേപ്പാക്കി പിതാവിൻ്റെ വലിയൊരു ആഹ്വാനമാണ്. അപ്പോൾ അവിടെ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ BCCയിലൂടെ നടക്കുമ്പോൾ കുടുംബ യൂണിറ്റ്. അപ്പം ഞാൻ അതിൻ്റെ അനിമേറ്ററായി, ഇടവക തലത്തിൽ അനിമേറ്ററായി കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാനും ഫൊറോന ലെവലിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ യൂണിറ്റ് മീറ്റിങ്ങിന് റെഗുലറായിട്ട് ഞങ്ങൾ പോവുകയും ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഓരോ മീറ്റിങ്ങിലും നമ്മൾ ഈ ആക്ഷൻ പ്ലാനാണ് പ്ലാൻ ചെയ്യുക, അല്ലാതെ ചുമ്മാ എന്താ പറയുക ഡിസ്കസ് ചെയ്ത് വല്ലതൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് എഴുതിയിട്ടല്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും അവിടെ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അച്ഛന്മാരായാലും ലീഡേഴ്സ് ആയാലും ഒക്കെ വളരെ ഓപ്പണാണ് BCCയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ പറയും നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, വചനം പ്രഘോഷിക്കേണ്ട ഇത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പോൾ ആ പ്രവർത്തനം കൂടി നമ്മൾ ഒപ്പം കൊണ്ടുപോകണം, പ്രഘോഷണം പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ശൈലിയായിരുന്നു ഞങ്ങളവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ക്രിസ്മസ് ആഘോഷത്തിന് ഒരു BCC യൂണിറ്റിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചിയുടെ വീടാണ്. അതൊരു വളരെ ഒരു ഷെഡായിട്ട് ഓലമേഞ്ഞ വീട്. അവർക്ക് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പുറത്തിരുന്നാണ് ഞങ്ങൾ ആ മീറ്റിംഗ് കൂടിയതും. അവർ വളരെ പരാധീനമായിട്ടുള്ളൊരവസ്ഥയിൽ, ഒട്ടും തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ആ ഗ്രൂപ്പിന് അന്ന് സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ചലഞ്ച് ചെയ്തിട്ട്, ആ വചനം വെച്ചിട്ട് ചലഞ്ച് ചെയ്തിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇവിടെ വന്നു, പക്ഷേ ഈ അമ്മച്ചിക്ക് ഒരു വീടില്ല കിടപ്പാടം സുരക്ഷിതമായിട്ട് കിടക്കാനായിട്ട്. അവരിപ്പോൾ വയ്യാതെ പ്രായമായിട്ട് വരുന്നു, അവർക്ക് പെരുമാറാൻ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ വീടോ ഒന്നും ഒരു ഇതില്ല. ദുരിതം ഇനി കൂടി വരുള്ളൂ ഈ വാർദ്ധക്യകാലത്തിൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ക്രിസ്മസ് ആഘോഷിച്ചതിന് അർത്ഥവത്തായിട്ട് മാറ്റണമെങ്കിൽ അടുത്ത ക്രിസ്മസ് വരുമ്പോഴേക്കും അമ്മച്ചിക്ക് ഒരു വീടായിരിക്കണം, അതായിരിക്കണം ഒരു ജീവിക്കുന്ന പുൽക്കൂട് നമ്മൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിലാണ് ഇതുകൊണ്ടൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് ഉള്ള ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ കൽപ്പടിക്കാർ, വളരെ പാവപ്പെട്ട ഒരു മേഖലയാണ്, ഏരിയ ആയിരുന്നു അത്. അപ്പോൾ അവരെല്ലാവരും യെസ് സിസ്റ്റർ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു തീരുമാനമായിരുന്നു അവിടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ആ വർഷം മെയ് 31 അവിടെ നിന്ന് പോകുന്നു, ട്രാൻസ്ഫറായിട്ട് കൊച്ചിക്ക് പോകുന്നു. പക്ഷേ അവർക്ക് ആ ജനങ്ങൾക്കൊരാഗ്രഹമായിരുന്നു ഞാൻ പോരുന്നതിന് മുമ്പ് ആ വീട് പണി തീർത്ത് ബ്ലെസ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ആ വീട്ടിൽ പാല് കാച്ചി വികാരിയച്ഛനും എല്ലാവരും കൂടി വന്ന് അമ്മച്ചിക്ക് ഒരു വീട് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു പാവപ്പെട്ട മേഖലയിൽ കൽപ്പണിക്കാരാണ് മെയിനായിട്ടുള്ള. അവിടെ അത് സാധ്യമാണെങ്കിൽ, ഇനി കൊച്ചിയിൽ വന്നപ്പോൾ എനിക്ക് ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല, ഇത്രയും വികസിച്ച ഒരു സ്ഥലമാണല്ലോ ആ ഏരിയനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ലൂർദൂരത്തു നിന്നാണ്. അതും ഞങ്ങൾ കളക്ഷന് ഇറങ്ങി, തീരദേശത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കളക്ഷൻ ഞങ്ങളാണ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 സിസ്റ്റേഴ്സ് കൂടി ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പൂർവികർ, ഞങ്ങളെക്കാളും മുന്നിപ്പോൾ 100 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ലൂർദൂരത്ത് അവിടുത്തെ മിഷൻ, ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ചു വിട്ട് അല്ലെങ്കിൽ തൊഴിലും വിദ്യാഭ്യാസവും കൊടുത്ത് പഠിപ്പിച്ചു വിട്ടവരുടെ മക്കളാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ എനിക്കൊക്കെ കാണാൻ സാധിച്ചത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ പൂർവികരെ പറ്റിയോ, സിസ്റ്റർ മേരി ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റർ ആനി ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. സോ ഞാനിപ്പോഴും ഓർക്കും, വി ഹാർവെസ്റ്റഡ് ദ ഫ്രൂട്ട് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന പ്രേക്ഷിതർ ചെയ്ത
നന്മയുടെ ഫലമാണ് ഞങ്ങൾ അനുഭവിച്ചത്. അതിപ്പോൾ അത് നിറയെ കൈ നിറയെ അവർ തന്നു, അത് കൊണ്ടുവന്ന് നമുക്ക് വീട് വയ്ക്കുക. അപ്പോൾ അത് ഒത്തിരി കോൺഫിഡൻസ് ആയി. കാരണം ഇന്ന് നമ്മൾ FCRAനെയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മിഷൻ ചെയ്യാൻ ഇനി നമുക്ക് സാധിക്കുമോ, നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ ഒരുപാട് ആൻസൈറ്റി നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സഭ, കത്തോലിക്ക സഭ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചല്ല, ഞാനിപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പം അന്നത്തെ മിഷണറീസ്, പ്രേക്ഷിതർ, സഭ വളർത്തിയിട്ടുണ്ട് നമ്മുടെ മക്കളെ, കുടുംബങ്ങളെ എല്ലാവരെയും വളർത്തി. ഇന്ന് നമുക്ക് അവരുടെ എന്താ പറയുക, ആ പ്രതിഫലമായിട്ട് നമ്മൾക്ക് അത് ഒരു കൃതജ്ഞത ആയിട്ട് നമ്മുടെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം സഭയുടെ മക്കൾ ഇപ്പോൾ കൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് വന്നു. അതാണ് ഈ ഹൗസ് ചാലഞ്ചിൻ്റെ വളർച്ചയുടെ മറ്റൊരു ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കുടുംബ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ 8 മക്കൾ അല്ലെങ്കിൽ 5 മക്കൾ, 9, 10 അപ്പം മൂത്ത മക്കൾക്ക് ഉത്തരവാദിത്തമായിരുന്നു. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് മൂത്ത മക്കളൊക്കെ പഠിപ്പിച്ച് അവർ ജോലി കിട്ടിക്കഴിയുമ്പോൾ താഴെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ച് അങ്ങനെയാണ് കുടുംബങ്ങൾ, കാർഷികരായിട്ടുണ്ടായിരുന്ന കുടുംബങ്ങൾ പടിപടിയായിട്ട് ഉയർന്നു വന്ന ഇന്നത്തെ നിലയിൽ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ന്യൂക്ലിയർ ഫാമിലിയാണ്, 1, 2 മക്കളേ ഉള്ളൂ. അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ലക്ഷങ്ങൾ സാലറി, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ നമ്മൾ എന്തെന്ന് വെച്ചാൽ അവരെ ഡയറക്റ്റ് ചെയ്യണം, ഹൗ ടു യൂട്ടിലൈസ് ദ റിസോഴ്സ്, എക്സ്ട്രാ റിസോഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇത് കൊടുക്കാനായിട്ട് പഠിപ്പിക്കണം, നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ദശാംശം കൊടുക്കുന്ന രീതികൾ. അത് കാരണന്മാർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ ഇത്തരത്തിലുള്ള കാര്യത്തിന് വളരെ നല്ല മനസ്സുള്ളവരുണ്ട്. ഇപ്പം നമ്മൾ ഈ ഹൗസ് ചാലഞ്ചുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി നല്ല മനസ്സുള്ള യുവജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒള്ളി തിങ് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കൊടുക്കണം പ്രേക്ഷിത ദൗത്യത്തിൻ്റെ. അതുപോലെ നമ്മളൊരു തീർത്ഥാടകരെ പോലെ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ പാതി വഴിയിൽ വീണുപോയവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ എല്ലായിടത്തും കൊട്ടാരങ്ങൾ പോലത്തെ വീടുകൾ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ കുടിലുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൊട്ടാരത്തിലുള്ളവർ വിചാരിച്ച കുടിലുകളിലുള്ളവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ആ പങ്കുവയ്ക്കലിൻ്റെ ഒരു നല്ല പാഠം, അല്ലെങ്കിൽ അപരനെ നമ്മൾ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരണം. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം, നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് പറയാം നമ്മളൊക്കെ തീർത്ഥാടകരാണ്, ഒറ്റയ്ക്കല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലൈഫാണ് വളരെ പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ തീർത്ഥാടകരെ പോലെ പോകുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു സഹോദരൻ പാതി വഴിയിൽ അവൻ്റെ യാത്രയിൽ വീണ് പോയാൽ എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്, അതെൻ്റെ കടമയാണ് അവനെയും കൂടി താങ്ങിയെടുത്തിട്ട് എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും നിൻ്റെ സഹോദരൻ എവിടെയാണ്. അതാണ് നമ്മൾ ഇന്ന് വചനത്തിലൂടെ പഠിക്കും. നമുക്ക് ഒറ്റയ്ക്കുള്ള യാത്രയല്ല നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ യേശു, നമ്മുടെ സഭയുടെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ജേർണി എലോൺ, വി ഹാവ് ടു ട്രാവൽ ടുഗെദർ. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ അതൊക്കെ ചർച്ചിന് ഒത്തിരി നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത്രയും നല്ല സ്ട്രക്ചർ വേറെ എങ്ങുമില്ല. അപ്പോൾ ആ സ്ട്രക്ചർ വേണ്ട രീതിയിൽ ക്രിയാത്മകമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വളരാം. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു വ്യത്യാസവും കക്ഷിരാഷ്ട്രീയം ഒന്നുമില്ലാതെ നമുക്ക് ഓരോ ഇടവക ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ, അതിർത്തി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. എത്ര ഫാമിലീസ് ഉണ്ട്, ഇപ്പോൾ ഒരു യൂണിറ്റിൽ എത്ര ഫാമിലീസ് ഉണ്ട് അടിസ്ഥാന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്നത്. ആ യൂണിറ്റിൽ നമ്മൾ ആ ഒരു വർഷം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാരെ നമുക്ക് രക്ഷിക്കാം. ഭവനരഹിതരില്ലാത്ത യൂണിറ്റായിട്ട് ഭവനരഹിതരില്ലാത്തൊരു യൂണിറ്റായിട്ട് മാറ്റാൻ പറ്റും, ഭവനരഹിതരില്ലാത്തൊരു ഇടവകയായിട്ട് മാറ്റാൻ പറ്റും. അതിനുള്ള റിസോഴ്സ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ ഇടയന്മാരും നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒരു കൾച്ചർ കൊണ്ടുവരണം. ഇനി നമുക്ക് ഭക്ഷണമോ വസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഭവന വിതരണമാണ് നടക്കുന്നത്, പാർപ്പിട വിതരണം. ഞാൻ എപ്പോഴും പറയും, ഇനി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും നോട്ട്ബുക്ക് വിതരണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നല്ല ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാം കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ മാറ്റണം. പുസ്തകം കൊടുക്കൽ, അല്ലെങ്കിൽ യൂണിഫോം കൊടുക്കൽ, അതൊക്കെ ദേ വിൽ കേറ്റേഴ്സ്, അതാത് സ്കൂളുകാർ അതാത് രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ പാർപ്പിടത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കുടുംബത്തിന് അഭിമാനത്തോടും സുരക്ഷിതത്തോടും കൂടി ജീവിക്കാൻ ഒരു വീടാണ് ഏറ്റവും ആവശ്യം.
അതൊരു കീ ഏരിയ ആയിട്ട് നമ്മൾ ഫോക്കസ് ആയിട്ട് ഓരോ ഇടവകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പവനരെതിരില്ലാത്ത ഒരു കേരളമായിട്ട് മാറ്റാം. മറ്റ് സംസ്ഥാനം നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുന്നുണ്ടല്ലോ, അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ദുരിതവും കഴിയുമ്പോൾ പത്രത്തിൽ ഒക്കെ വരുന്ന ഫോട്ടോവും അല്ലെങ്കിൽ ടി വിയിലൊക്കെ വരുന്ന അവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാണ്. എങ്ങനെ ഇങ്ങനെ വരുന്നു, ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു? കാരണം രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഓരോ ഇടവക തലത്തിലോ പല പല സംഘടനകൾ ആക്റ്റീവാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ എങ്ങനെ ഇത്തരത്തിലുള്ള കുടിലുകൾ നമ്മുടെ ഇതിലിപ്പോഴും, അതായത് കുടിലെന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് മദ്യവും മയക്കുമരുന്നുമാണ് ഏറ്റവും കൂടുതൽ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വീട് ഏറ്റവും ആവശ്യമാണ്. സിസ്റ്റർ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു, ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലാണ്. ഒരു പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഇടപെടാനും അല്ലെങ്കിൽ അത്തരത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചറിയാനും അവർക്ക് ഭവനം നൽകുക. ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീടുകൾ വെച്ചതിന്റെ ഭൂരിഭാഗം ഒരുപക്ഷെ ആ ഒരു അധ്യാപന സമയത്തായിരിക്കാം. ഇപ്പൊ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ആ ഒരു ഭവന നിർമ്മാണം ഇപ്പോഴും തുടരാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതെ, ഞാൻ റിട്ടയർ ആയിട്ട് 2024 മാർച്ചിൽ റിട്ടയർ ആയത്. അത് തോപ്പുംപടി അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയി. എൻ്റെ 22 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപികയായിട്ടും അതുപോലെ പ്രിൻസിപ്പളുമായിട്ടും ഉള്ള ജീവിതത്തിൽ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്തത് പാസ്റ്റൽ മിനിസ്ട്രിക്കാണ്. മറ്റേത് എൻ്റെ പ്രൊഫഷൻ, അധ്യാപിക അതുപോലെ സ്കൂൾ നയിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു പ്രൊഫഷനായിരുന്നു, ഒരു ഇംഗ്ലീഷ് അധ്യാപിക. പിന്നെ എൻ്റെ മിഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണ്, സഭയുടെ കീഴിലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു, അധ്യാപകരും ഓഫീസും എല്ലാം നല്ല സെറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ളൊരു സ്കൂൾ, ഒരു ബെസ്റ്റ് സ്കൂളായിരുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ SSLCക്ക് പരിഹരിക്കുകയും എക്സാം എഴുതുകയും 100% വിജയവും കൈവരിച്ചുകൊണ്ടിരുന്ന ഒരു ബെസ്റ്റ് സ്കൂളായിട്ട് എൻ്റെ വിദ്യാലയത്തെ മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചു, ഞാൻ തോപ്പുംപടിയിൽ വന്നതിന് ശേഷം. അപ്പോൾ പലരും വിചാരിക്കും എങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങളും ആവുമ്പോൾ നമ്മുടെ പഠനത്തെ ബാധിക്കില്ലെന്ന്. ഒരിക്കലുമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരിൽ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത അവരിലും വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ കുട്ടികൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ കൂടുതൽ അവർ ഹാപ്പി ആകുമ്പോൾ പഠിക്കാനും എളുപ്പമാണ് അവർക്ക്, സന്തോഷത്തോടു കൂടി. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ വിദ്യാലയം ഒരു ദിശാബോധം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. അതായത് ആ വിദ്യാലയത്തെ ഞാനൊരു സോഷ്യോ ഫ്രണ്ട്ലി സ്കൂളായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. ആദ്യം തന്നെ സമൂഹ സൗഹൃദ വിദ്യാലയം എന്നാണ് ഇന്ന് തോപ്പുംപടി അവർ ലേഡീസ് സ്കൂൾ അറിയപ്പെടുന്നത്. അതായത് സമൂഹത്തെ ചേർത്ത് പിടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തത് വിദ്യാലയം സ്മാർട്ടായതിനൊപ്പം തീരെ ബുദ്ധിമുട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുക. അപ്പം ഞാൻ റിട്ടയർ ആയപ്പോഴേക്കും ഒരു 210 വീടുകൾ കൈമാറിയിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് പോയത്. മാർച്ച് 24 അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്കാണ്, ചെന്നൈ സ്റ്റെല്ല മാരീസ് കോളേജിലേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്, തോപ്പുംപടി അവർ ലേഡീസിൽ റിട്ടയർ ആയതിനു ശേഷം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്റ്റൽ വാർഡിന്റെ ചാർജും അതുപോലെ വാല്യൂ എഡ്യൂക്കേഷൻ ക്യാമ്പസ് മിനിസ്ട്രിയിലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുമ്പോൾ എല്ലാം സമൂഹത്തിലൊരു അപ്പർ ക്ലാസ്സിൽപ്പെട്ട കുട്ടികളാണ് അവിടെ, മിക്ക NRI കുട്ടികൾ അങ്ങനെയാണ് അവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ദേ ആർ ഓൾറെഡി മോട്ടിവേറ്റഡ്, നല്ല കുട്ടികൾ. അവർക്ക് ഒരുപാട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രഷറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ ഓൾറെഡി ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആവശ്യം അവിടെയല്ല. അതുപോലെ ക്യാമ്പസ് മിനിസ്ട്രി ആണെങ്കിലും വെരി ട്രഡീഷണൽ ആയിട്ട് അവിടെ സീനിയർ സിസ്റ്റേഴ്സ് കൊണ്ടുപോകുന്നു. അവിടെ അധികം സ്പേസ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല നമ്മളിവിടെ ചെയ്ത ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. കാരണം പുറം ലോകമായിട്ടൊരു ബന്ധം ഇല്ല. കാരണം ഇപ്പോഴത്തെ ഞങ്ങളുടെ പഴയ മിഷണറീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീനിയർ സിസ്റ്റേഴ്സിനൊക്കെ പാസ്റ്റർ മിനിസ്ട്രിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് അത്രയും അങ്ങോട്ട് കൺവിൻസ്ഡ് അല്ല. അവർ അവരുടേതായ ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഓൺലി ദാറ്റ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അധികം സോഷ്യൽ ഇതിലേക്ക് പോകാനായിട്ട് അവർ കൂടുതൽ പ്രൊഫഷണലാണ്. ഇത്തരം കാര്യത്തിലേക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് കണ്ടില്ല ഞാൻ അവിടെ ഞാൻ ചെന്നപ്പോൾ ക്യാമ്പസിൽ. കാരണം ഞാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ ചെന്നത്. തോപ്പുംപടി അവർ ലേഡീസ് എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചപ്പോൾ, സമൂഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ, അതേക്കാളും നമ്പർ 1 കോളേജാണ് സ്റ്റെല്ല മാരീസ് എന്ന് പറയുന്നത്. ഒരു
വളരെ നല്ല ഒരു വനിതാ കോളേജാണ്. അപ്പൊ എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇതിലും കൂടുതൽ അവിടെ ചെയ്യാൻ സാധിക്കും. കാരണം ആ കോളേജിന്റെ പേര് തന്നെ മതി നമുക്ക് തമിഴ്നാട് മാത്രമല്ല ഇന്ത്യ മൊത്തം നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അത്രയും വെൽ കണക്റ്റഡും ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികളും നല്ല പേരുള്ള ഒരു കോളേജാണ് ആ ഒരു ഇതില്. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് നോട്ട് ദാറ്റ് ഈസി ഫോർ മീ. ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നു. കാരണം പുതിയ സിറ്റുവേഷൻ, പുതിയ ആൾക്കാർ, പുതിയ കോണ്ടെക്സ്റ്റ് എല്ലാം കൊണ്ടും വന്നപ്പോൾ ഐ വാസ് കോട്ട് അപ്പ് ദെയർ. അപ്പൊ എനിക്ക് ഒട്ടും സന്തോഷമില്ല. കാരണം എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞത് റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ആ എൻ്റെ സ്വപ്നങ്ങൾ അവിടെ സാക്ഷാത്കരിക്കാനായിട്ട് ആ സ്ട്രക്ചറൽ സിറ്റുവേഷനിൽ സാധിക്കില്ല. വീണ്ടും നമ്മൾ സ്ട്രക്ചറിൽ പെട്ടുപോകുന്നു. അപ്പോൾ സ്ട്രക്ചർ സംരക്ഷിക്കുക, സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് അതിനകത്തുള്ള കാര്യങ്ങൾ അത് വിത്തൗട്ട് മീ ഓൾസോ ദേ ക്യാൻ ഡു. ഒത്തിരി പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ആ സ്ട്രക്ചറൽ ലൈഫിന് ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ചിന്തയും എൻ്റെ രീതിയും എൻ്റെ വിഷനും ആയിട്ട് ഉള്ളൊരു കുറവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അപ്പം ഞാൻ ശരിക്കും ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സമയം പ്രാർത്ഥിക്കാനായിട്ട് കിട്ടി. പള്ളി അടുത്ത ദിവ്യകാരുണ്യ ആരാധനയും മെഡിറ്റേഷനിലൊക്കെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെ എനിക്ക് എന്തോ ഞാൻ എവിടെ ആയിരിക്കണമോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ആയിരിക്കണമോ ഈ യാത്ര അവിടെ എന്നെ എത്തിക്കാനായിട്ട് എവിടെയോ വഴിതെറ്റി പോലെ എനിക്കൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പാത ക്ലിയറാക്കി തരണം ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ സഭാ സ്ഥാപകയും വളരെ റാഡിക്കലായിട്ടുള്ളൊരു ഇതാണ് വാഴ്ത്തപ്പെട്ട മേരി ഓഫ് ദ പാഷൻ അമ്മ. ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഇപ്പോൾ മേരി ഓഫ് ദ പാഷൻ ഈ വർഷം ഞങ്ങളുടെ സഭ സ്ഥാപിച്ചു 150-ാം വർഷത്തിലേക്ക്. ഇപ്പോൾ ഈ ജൂബിലി വർഷമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ 2025 എന്ന് പറയുമ്പോൾ അത് മഹാജൂബിലി വർഷമാണ്. അപ്പം അന്നൊക്കെ മാർപ്പാപ്പ ഒരുപാട് പ്രതീക്ഷയെ പറ്റി പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തേജനം നമുക്ക് ലഭിക്കുന്നു. പക്ഷെ ഉത്തേജനത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് എൻ്റെ യാത്ര സ്റ്റക്കായ പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥനയിൽ നിതാന്തമായ പ്രാർത്ഥനയിലാണ് ഞാൻ ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. 8 മാസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 8 മാസത്തിൽ ഒരുപാട് എനിക്ക് തോന്നി I was displaced, I felt personally. പക്ഷെ ഐ ആസ്ക് ദ ലോർഡ് ടു പ്ലേസ് മീ ഓൺ ദ റൈറ്റ് പാത്ത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ മേലധികാരികളോടും പറഞ്ഞു എൻ്റെ 40% ജീവിതം ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, 60% വേസ്റ്റാണ്. കാരണം എനിക്കൊരു സ്വപ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ചെറിയ ജീവിതം, ഈ കൊച്ചു ജീവിതം ഓരോ ശ്വാസവും അവസാനം വരും. അത് വേണ്ടപ്പെട്ടവർക്ക് ഏറ്റവും നമ്മുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓരോ ശ്വാസം ഉപയോഗിക്കണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ അത് അവിടെ സാധിക്കുന്നില്ല. കാരണം ഞാൻ വലിയൊരു സ്ട്രക്ചറിനകത്ത് പെട്ടുപോയിരിക്കുന്നു. അപ്പൊ ആ ഒരു ഇത് എനിക്ക് അത് അത്രയും സന്തോഷം എൻ്റെ ആത്മാവിന് തന്നില്ല. അതാണ് നോട്ട് ഐ ക്യാൻ മാനേജ് ബട്ട് അതെനിക്ക് എൻ്റെ ഈ വിളിക്കനുസരിച്ചുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ കാരിസം വിത്തിൻ്റെ കാരിസം എന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സഭയിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭ ചൂസ് ചെയ്തത്. FMM സഭ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇതിനുള്ള കാരിസത്തിന് നമുക്ക് സ്പേസ് ഉണ്ട്. പക്ഷെ എവിടെയോ ഐ വാസ് മിസ്പ്ലേസ്ഡ്. ഐ ഫെൽറ്റ് പേഴ്സണലി, നോട്ട് ബിക്കോസ് ഓഫ് എനിബഡി. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ ചെന്നപ്പോൾ എനിക്കത് ഒട്ടും അനുകൂല കാലാവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ദൈവമേ എൻ്റെ ഈ ജീവിതവും എൻ്റെ ഈ സ്വഭാവവും ക്യാരക്ടറും എൻ്റെ രീതിയെല്ലാം അനുയോജ്യമായിട്ട് പോകുന്ന ഒരു അനുകൂല കാലാവസ്ഥ തരാനായിട്ട് വിളിച്ചവനോട് പ്രാർത്ഥിച്ചു. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. നമ്മുടെ എല്ലാ കുറവുകളും നമ്മുടെ എല്ലാ നിറവുകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നയിക്കുന്നവനാണ് നമ്മുടെ കൂടെയുള്ളവൻ. അപ്പോൾ കൂടെയുള്ളവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇൻറ്റിമസി ആയിരിക്കണം എനിക്ക് ഇത്രയും ശക്തി തന്ന് എന്നെ നയിക്കുകയും മേലധികാരികളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം 1 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ അത്ര എളുപ്പമല്ല. പിന്നെ എൻ്റെ മേലധികാരികൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ പാലാരിവട്ടത്തേക്ക് കിട്ടി. 22 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സിസ്റ്ററെ തിരിച്ച് സഭ നൽകിയ ഉത്തരവാദിത്തം ചെന്നൈയിലെ ഒരു കോളേജിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ സിസ്റ്ററെ സംബന്ധിച്ച് അതൊരു കംഫോർട്ട് സോൺ ആയിരുന്നു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ 1 വർഷത്തെ അവിടുത്തെ ജീവിതത്തിന് ശേഷം തിരിച്ച് സിസ്റ്റർ പാലാരിവട്ടത്താണ് വീണ്ടും എത്തുന്നത്. തുടർന്നുള്ള സിസ്റ്ററുടെ ജീവിതം എങ്ങനെയായിരുന്നു, ആ ഭവന നിർമ്മാണ പദ്ധതികൾ പിന്നീട് അത് എങ്ങനെയായിരുന്നു തുടങ്ങിയ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചോദിച്ചറിയാം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി.